വേദിയിലെയും സദസ്സിലെയും ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആദരണീയരെ, വളരെ വളരെ ഉജ്ജ്വലമായ ഒരു സായാഹ്നത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതും ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രബലമായ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പാടുന്നത്, പറയുന്നത്, സംസാരിക്കുന്നത്, ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം സർവോപരി എല്ലാം നിൽക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു വലിയ വാക്കിൻ്റെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സായാഹ്നത്തെ സമ്പന്നമാക്കുന്നത്. ആ വാക്കാണ് അമ്മ എന്ന് പറയുന്ന വാക്ക്. ഈ മാതൃദിനത്തിൽ അമ്മയെക്കുറിച്ച് ഓർക്കാൻ, ഒരുപക്ഷെ അമ്മയെക്കുറിച്ച് ഓർക്കാൻ ഒരു ദിവസത്തിന്റെ ആവശ്യമില്ല കേട്ടോ. അത് അമ്മ എന്ന് പറയുന്ന മഹത്തായ ആ ഒരു പദവിയെ മനുഷ്യനിലോട് ചേർത്ത് കിട്ടുന്ന വളരെ പവിത്രമായ ഒരു 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 സിമ്പൽ അല്ലെങ്കിൽ ഒരു അച്ച് ഓരോ മനുഷ്യനിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരമ്മയുടെ മകനാണ്, മകളാണ് എന്ന് രേഖപ്പെടുത്താൻ, ആ അമ്മയിൽ നിന്നും നിങ്ങളെ മുറിച്ചു മാറ്റിയതാണെന്ന് ഓർമ്മിപ്പിക്കാൻ, ആ ഹൃദയ താളത്തെ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇതാണെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ, നിങ്ങളിൽ ഒരു സീൽ എന്ന് പറയുന്ന ഒരു 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 നിർണായകമായ ഒരു അടയാളം നിങ്ങളിൽ ബാക്കി വെച്ചുകൊണ്ടാണ് അമ്മ നിങ്ങളെ ഈ ഭൂമുഖത്തേക്ക് എത്തിക്കുന്നത്. അതാണ് പൊക്കിൾ എന്ന് പറയുന്നത്. പൊക്കിൾ കൊടിയുടെ ആ ഒരു ബന്ധത്തിലൂടെയാണ് ഒരമ്മയും ഒരു കുഞ്ഞും അതിൻ്റെ അനിയന്ത്രിതമായ ഒരു 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 വല്ലാത്തൊരു ലോകം തുറക്കുന്നത്. അത് അനിയന്ത്രിതമാണ്, അത് നിയന്ത്രിതമല്ല എന്നുള്ളതാണ്. ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത, ഒരാൾക്കും സ്വയം തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒന്നാണ് ജനനം എന്ന് പറയുന്നത്. അപ്പം അത്രമേൽ പവിത്രമായ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത, അതാണ് അമ്മ എന്ന് പറയുന്നത്. കാരണം അതൊരു തണുപ്പൂറുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു നിർമ്മലമായ ഒരു വാക്കാണ്. പക്ഷെ ലോകഭാഷകളിലൊന്നും ഈ അമ്മ എന്ന് പറയുന്ന വാക്കിന് ആത്യന്തികമായി അന്ത്യമായിട്ട് ഒരു ഡെഫിനിഷൻ, ഒരു അർത്ഥതലം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അത്ര ഉന്നതവും ഔന്നത്യവുമുള്ള ഒരു വാക്ക് അതാണ് അമ്മ എന്ന് പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് ഈ അമ്മ എന്ന് പറയുന്ന ഒരു വാക്കിനോട് ചേർത്ത് നിർത്തുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നമുക്ക് ചിന്തയിലേക്ക് എത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മലയാളത്തിലെ പ്രസിദ്ധമായ, ഒരുപക്ഷെ അതിന് ശേഷവും അതിന് മുൻപും അത്തരത്തിലുള്ളൊരു താരാട്ട് പാട്ട് വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം. ശൃംഗാര കവി എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ മലയാളിയെ സമ്പന്നമാക്കിയ ഒരു കവിയാണ് ഇരവിമൻ തമ്പി. ഇരവിമൻ തമ്പിയുടെ പ്രസിദ്ധമായ ഒരു കാവ്യമുണ്ട്. ആ പ്രസിദ്ധമായൊരു കാവ്യം എന്ന് പറയുന്നത് വളരെ മലയാളിയെ അത്രമേൽ ആഴത്തിൽ നമ്മളെ ഹൃദയത്തെ ഒരു തരളനയിപ്പിച്ച ഒരു വരികളാണത് എന്ന് പറയുന്നത്. ഇരവിമൻ തമ്പിയുടെ താരാട്ടുപാട്ടിൽ, അദ്ദേഹത്തിന് ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്ന താരാട്ടുപാട്ടിൽ ഇരവിമൻ തമ്പി പറയുന്നുണ്ട്, ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂ, പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തൻ്റെ നിലാവോ, പുത്തൻ പവിഴ കൊടിയോ ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോ, ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ, തുള്ളുമീളമാൻ കിടാവോ ശോഭ കൊള്ളുന്നോരന്ന കൊടിയോ, ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരിയേന്തും കിളിയോ, പാരിജാതത്തിൻ തളിരോ എൻ്റെ ഭാഗ്യദ്രുമത്തിൻ ഫലമോ, വാത്സല്യരത്നത്തെ വൈപ്പാൻ മാമ വച്ചോരു കാഞ്ചനച്ചപ്പോ. ഇങ്ങനെ ആ വരികൾ ഇങ്ങനെ നീണ്ടുപോവാണ്. ഒരുപക്ഷെ അമ്മ എന്ന് പറയുന്ന അമ്മയുടെ ഒരു താരാട്ടുപാട്ട് എന്ന് പറയുന്ന ആ അമ്മയുടെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഇരവിമൻ തമ്പി എന്ന് പറയുന്ന ഒരു കവി, സത്യം പറഞ്ഞാൽ ഇരവിമൻ തമ്പി എന്ന് പറയുന്ന ഒരു കവിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വായിക്കുന്ന സമയത്ത് മനോഹരമായ ശൃംഗാര ശ്ലോകങ്ങൾ സമ്മാനിച്ച കവിയാണ്. ആ കവിയിൽ നിന്നാണ് ഒരുപക്ഷെ ഇതിലും മികച്ച ഒരു താരാട്ട് മലയാളിക്ക് കിട്ടാനില്ല. അത്രയും മികച്ചൊരു താരാട്ട്. ആ താരാട്ട് ഒരമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ഒരു മഹത്തായ ഒരു സന്ദേശമാണ്. അല്ലെങ്കിൽ ആ ഒരു അമ്മയെ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ
കുഞ്ഞിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ഇരയം നമ്പി എന്ന് പറയുന്ന ഈ കവി അദ്ദേഹത്തിൻ്റെ ഈ ഓമനത്തിങ്കൽ കിടാവോ എന്നുള്ള ഒരു കവിതയിലൂടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു താരാട്ടുപാട്ട് ഇതാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ ഇത്രമേൽ സമ്പന്നമായ ഒരു താരാട്ടുപാട്ട് മറ്റൊന്നുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അത്ര ആഴമുള്ളത്, അത്തരം ഹൃദയത്തിൽ ചേർത്ത് വെച്ചതുമായിട്ടുള്ള ഒരു താരാട്ടുപാട്ടാണ് എന്നുള്ളതാണ്. അമ്മ എന്ന് പറയുമ്പോൾ ഈ ആധുനിക ലോകത്ത് അമ്മയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന വാക്കിനോട് ചേർത്ത് വെക്കുമ്പോൾ എവിടേക്കോ നമുക്ക് വേദനാജനകമായ പല അനുഭവങ്ങളും കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ മാനസികമായ ഒരു പ്രത്യേകതരം അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആധുനിക ലോകത്തിൻ്റെ ഈ വിഭ്രമാത്മകമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം. അല്ലാതെ ഒരമ്മക്ക് ഒരിക്കലും ഒരു പുഞ്ചിരിയോടുകൂടിയല്ലാതെ, സ്നേഹവായ്പയോടുകൂടിയല്ലാതെ, സ്നേഹത്തിൻ്റെ ഒരു കണ്ണോടുകൂടിയല്ലാതെ, ആ വിശാലമായൊരു ഭൂമിയോടുകൂടിയല്ലാതെ ഒന്നും അമ്മയ്ക്ക് മനുഷ്യനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു അമ്മയായി കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ മൊത്തം അമ്മയായിട്ട് മാറുന്ന ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലയാളിക്ക് പ്രിയപ്പെട്ട ഒരു അമ്മ തന്നെയാണ് ഈ പ്രിയപ്പെട്ട ബാലാമണി അമ്മ എന്ന് പറയുന്നത്. ബാലാമണി അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാലപ്പാടൻ്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ഇതിലേക്ക് കടന്നു വന്ന ബാലാമണി അമ്മ മലയാളത്തിൻ്റെ സ്വന്തം അമ്മയായിട്ട് കാണുന്ന ഒരു കവയിത്രിയാണ് ബാലാമണി അമ്മ എന്നുള്ളതാണ്. അവർ പല കവിതകളും ഇത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ ആർദ്രമായ ഒരു കനിവ് നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് അവർ ആ കവിത, ഓരോ കവിതയും രചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷത്തിൽ, കാരണം ഓരോ മതങ്ങളും ഓരോ മതങ്ങളും എടുത്ത് പരിശോധിച്ചാൽ പറയുന്നുണ്ട്, കാരണം അമ്മയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു മതം പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒരമ്മ. കാരണം ഈ ഒരു പ്രായം, ജനനം മുതൽ അവൻ്റെ ഒരു പിച്ച വെച്ച് നടക്കുന്ന ഒരു പ്രായം, അത് കഴിഞ്ഞ് അവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തമാവുന്നൊരു കാലം വരേക്ക് ആ അമ്മയുടെ ഒരു താങ്ങും തണലും ഇവിടെയാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്ര സമ്പന്നമായ ഒരു ഘട്ടത്തെ അല്ലെങ്കിൽ ഒരു കാലത്തൊക്കെ തന്നെയാണ് അമ്മ പ്രതിദാനം ചെയ്യുന്നത്. ഭൂമിയിൽ അമ്മയ്ക്ക് പകരം അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റ് പലതിനും നമുക്ക് പകരക്കാരോ ഒക്കെ ഉണ്ടാവാം, പക്ഷേ അമ്മ നമുക്ക് നൽകിയ ഈ പൊക്കിൽ കൊടിയുടെ ഈ മഹാനുഗ്രഹം അത് അമ്മയ്ക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഒന്നാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്ര